നമ്മുടെ ആയുർവേദ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനത്തിന്. അതും കഴിഞ്ഞ് ഞാൻ നാട്ടിലൊരു പരിപാടി ഉണ്ടായിട്ട് അങ്ങോട്ട് പോയതാണ്, മട്ടന്നൂർ. അവിടെ എത്തിയപ്പോഴാണ് ഈ കാര്യം അറിയുന്നത്. ഞാൻ ഉടനെ ഇങ്ങോട്ട് തിരിച്ചതാണ്. ആശുപത്രിയിൽ എത്തിയിട്ടില്ല. അതിനു മുമ്പേ പ്രതിഷേധം നടക്കുന്നിടത്ത് ഞാൻ ഇറങ്ങിയതാണിപ്പോൾ. നേരെ ആശുപത്രിയിലേക്കാണ് പോകുന്നത്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. നമ്മുടെ കേരളം ഇതിനു മുമ്പ് ദർശിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലേ മന്ത്രിക്ക് നേരെ, അതും ഒരു വനിതാ മന്ത്രിക്ക് നേരെ ശാരീരികമായി കയ്യേറ്റം നടത്തുക എന്നുള്ളത്. പരിപാടിയെല്ലാം കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയതാണ് അവർ, വണ്ടി കയറാൻ പോയതാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ മന്ത്രി മാത്രമല്ലല്ലോ, എത്രയധികം യാത്രക്കാരുണ്ട്. അവിടെ കിരച്ച് കയറുകയാണ് കുറേ പേർ. ഇതൊരു ഗുണ്ടായിസല്ലേ, തനി ഗുണ്ടായിസാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് പെട്ടെന്ന് തോന്നിയിട്ട് ആരെങ്കിലും ചെയ്തതാണെന്ന് കരുതുന്നില്ല. ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതിനാരാണോ നേതൃത്വം കൊടുക്കുന്നത്, ആരാണിത് ആസൂത്രണം ചെയ്തത്, അവരോടാണ് നമുക്ക് പറയാനുള്ളത് ഈ തീക്കളി അവസാനിപ്പിക്കണമെന്ന്. ഇതൊരു കാരണവശാലും ശരിയല്ല. ഇങ്ങനെ എല്ലാവരും തുടങ്ങിയാൽ എങ്ങനെയാണ് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുക? പറയാനുള്ളത് പറയട്ടെ. കേരളത്തിലെ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ജനകീയ പ്രശ്നങ്ങൾ അസംബ്ലിയിൽ ചർച്ച ചെയ്യാൻ പോലും തയ്യാറാകാത്തവരാ. ഒരൊറ്റ അസംബ്ലിയിൽ അവർ അടിയന്തര പ്രമേയം പോലും ഉന്നയിച്ചത് ചർച്ചക്കെടുക്കാം എന്ന് ഗവൺമെൻറ് പറഞ്ഞാൽ പ്രമേയം ഉന്നയിക്കുന്നില്ല, ഇപ്പം ചർച്ചക്കെടുക്കുമെന്ന് ഭയന്നിട്ട്. അപ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങളെ പരസ്പരം സംസാരിച്ചും ചർച്ച ചെയ്തും നേരിടുന്നതിന് പകരം ശാരീരികമായി ആക്രമിച്ച് പരാജയപ്പെടുത്താമെന്ന് കരുതിയോ? അതിന് സാധിക്കുമോ? ശാരീരികമായിട്ട് കേരളത്തിലെ മന്ത്രിമാരെ, കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരെ ആക്രമിച്ചിട്ട് അധികാരത്തിലേറാമെന്നാണോ UDF കരുതുന്നത്? ഇത് അങ്ങേയറ്റത്തെ അപലപനീയമായിട്ടുള്ള കാര്യമാണ്. ഇത് ആവർത്തിക്കരുത്. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ സംഭവത്തിൽ UDFൻ്റെ നേതാക്കൾ ഈ കാര്യം പരിശോധിച്ച് മാപ്പ് പറയേണ്ടതാണ്. ഞാനിപ്പോൾ മിനിസ്റ്ററെ കണ്ടിട്ടില്ല, കഴുത്തിന് നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞ് പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാർക്കും ചെയ്യാൻ കഴിയും. 4-5 ആളുകൾ കോടി കയറി ആരെയും ആക്രമിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സമൂഹമാണോ ഇത്? അതുകൊണ്ട് സമൂഹത്തിൽ എല്ലാവരും പ്രതിഷേധിക്കണം ഇതിനെതിരായിട്ട്. ഒരിക്കലും ശരിയല്ലാത്ത കാര്യമാണ് നടന്നിട്ടുള്ളത്. നിങ്ങളെന്താണ് പറയുന്നത്? ഇപ്പം ആക്രമികളാണോ, അക്രമികളെ നേരിടുകയാണോ വേണ്ടത്? സുരക്ഷ, എന്താ സുരക്ഷ ഒരുക്കേണ്ടത്? ഒരു മന്ത്രി ഒരു പരിപാടിയും കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ വണ്ടി കയറാൻ പോകുമ്പോൾ വലിയ പട്ടാളോ സന്നാഹമോ സാധാരണ ഒരുക്കാറുണ്ടോ? മന്ത്രിയുടെ കൂടെയുള്ള പോലീസുണ്ട് സാധാരണ ഉണ്ടാകുന്നത്. ആ പോലീസുണ്ട്, അവർ നിയന്ത്രിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചിലർ ചോദിക്കുന്നത് സുരക്ഷ ഒരുക്കാത്തത് കൊണ്ടല്ലേ? എന്ത് സുരക്ഷ? ഓരോരുത്തർക്കും സുരക്ഷ ഇങ്ങനെ പട്ടാളച്ചിട്ടയിൽ ഒരുക്കുകയാണോ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ചെയ്യുക? സുരക്ഷയില്ലാത്തതല്ല കുഴപ്പം. ആവശ്യത്തിനുള്ള സുരക്ഷാ സംവിധാനമൊക്കെ മന്ത്രിയുടെ കൂടെയുണ്ട്. പക്ഷേ ഇങ്ങനെ അതിക്രമത്തിൽ ചാടി വീഴാൻ ആർക്കും സാധിക്കും നിശ്ചയിച്ചാൽ. അങ്ങനെ ചാടി വീണുന്നത് ക്രിമിനലിസമാണ്, ക്രിമിനൽ കുറ്റമാണ്. അവിടെ ഈ ചോദ്യം ഉദിക്കുന്നില്ല സുരക്ഷയില്ലാഞ്ഞിട്ടല്ലേ ചാടി വീണതെന്ന്. സുരക്ഷ ഉണ്ടായാലും ചാടി വീഴാം. ചാടി വീണതാണ് തെറ്റ്, ആക്രമിച്ചതാണ് തെറ്റ്. അതിനെ അക്രമമായിട്ട് കാണണമെന്നുള്ളതാണ് പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.